കുസാറ്റിലെ സ്വീപ്പർ കം ക്ലീനർ തസ്തികയിലേക്കുള്ള നിയമനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവ്. നിയമനം സംബന്ധിച്ച് അഴിമതി നടന്നുവെന്ന പരാതിയിലാണ് അന്വേഷണം നടത്തേണ്ടത്. 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. കുസാറ്റിലെ സ്വീപ്പർ കം ക്ലീനർ തസ്തികയിലേക്കുള്ള നിയമനത്തിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്താൻ ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് ഉത്തരവിട്ടത്. പ്രസ്തുത തസ്തികയിലേക്ക് അപേക്ഷിച്ചിരുന്ന 21 പേർ നൽകിയ ഹർജിയിലാണ് കോടതി നടപടി. നിയമനത്തിൽ അഴിമതി നടന്നുവെന്ന പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം നടത്തേണ്ടത്. 2018 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് 1 മാസം മുൻപ് തന്നെ ആർക്കാണ് നിയമനം ലഭിക്കുക എന്നത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവന്നുവെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണങ്ങൾ. 2008 നിയമനത്തിനായുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 2010 എഴുത്തു പരീക്ഷ നടത്തി 750 പേരുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിച്ചു. പിന്നീട് 2016 പുതിയ സിൻഡിക്കേറ്റ് നിയമന നടപടിയുമായി മുന്നോട്ടു പോയി. മുഖാമുഖം നടത്തി 2018 റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ഇതിൽ അഴിമതിയുണ്ടെന്നാണ് ഹർജിക്കാരുടെ ആരോപണം. എഴുത്തു പരീക്ഷയിൽ കുറഞ്ഞ മാർക്ക് ലഭിച്ചവർക്ക് മുഖാമുഖത്തിന് ഉയർന്ന മാർക്ക് നൽകി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിയമനം നൽകിയെന്നാണ് ആക്ഷേപം. ഇത് സംബന്ധിച്ച ഫോൺ സംഭാഷണങ്ങളും ഹർജിക്കാർ ഹാജരാക്കിയിരുന്നു. അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകാതിരുന്നതോടെയാണ് അപേക്ഷകർ കോടതിയെ സമീപിച്ചത്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാത്തതിനാലാണ് അന്വേഷണം നടത്തുന്നതിന് തടസ്സമെന്നായിരുന്നു വിജിലൻസിന്റെ നിലപാട്. അതേസമയം ഈ പരാതിയിന്മേൽ സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന് വിലയിരുത്തിയ കോടതി അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ജനം, കൊച്ചി.